റിതേഷ്, എന്താ ഇങ്ങോട്ട്? CD തന്നിട്ട് പോവാന്ന്. ശരി, അതവിടെ വെച്ചേക്ക്. എന്തൊരു മുതലാ, അർജന്റായിട്ട് ബാത്റൂമിൽ പോണം. എന്തോ ചേട്ടാ, എന്താ കാര്യം? ജോലി പോയി സുന്ദരി. നായിന്റെ മോൻ HR അറിഞ്ഞോണ്ട് ചെയ്തതാടി. അല്ലെങ്കിലും ഒരു ഇന്റിമേഷൻ പോലും തരാതെ ജോലിന്ന് പുറത്താക്കാൻ പറ്റുമോ? ചോദിച്ച 1000 കാരണങ്ങളാ പറയുന്നത്. എന്നാലും എനിക്ക് 1 ലക്ഷം രൂപ ശമ്പളമുണ്ട്. ഈ കമ്പനി അല്ലെങ്കിൽ എനിക്ക് വേറെ കമ്പനി ജോലി കിട്ടും. എന്റെ എക്സ്പീരിയൻസിന് എത്രയോ വലിയ കമ്പനികളുണ്ട്. ഇവന്റെ ഈ ഒരു കമ്പനി മാത്രമേ ഉള്ളൂ. നാട്ടിൽ വേറെയും കമ്പനികളുണ്ടല്ലോ. സുന്ദരി, നീ ഇതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. എന്റെ ജോബ് പോയ ഫ്രസ്ട്രേഷനില് നീ അകത്ത് പോയി കിടന്നോ, കുഴപ്പമില്ല. ഞാൻ കുറച്ച് ടെൻഷനില്ല, കുറച്ച് കഴിഞ്ഞ് വരാം. അനിതേച്ചി, അനിതേച്ചി, അനിതേച്ചി. സാരിലിനി എത്ര സെക്സിയായിരിക്കും. I'm so sorry. ഞാൻ എന്റെ വൈഫ് എന്ന് വിചാരിച്ചേ. സോറി. സുന്ദരി, എന്താ സുന്ദരി? ബോക്സ് തിരിച്ചു തരാൻ വന്നതാ. മിസ്സായി പോയല്ലോ. എന്തായിട്ടാ രാവിലെ തന്നെ കുടിക്കുന്നത്? ഇത് രാത്രിയെ കുടിക്കാൻ പാടുള്ളൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? പോയി തിന്നാൻ വല്ലതും കൊണ്ടുപോവാ. പോ. സുന്ദരി, 1 മിനിറ്റ് വായിരിക്കെ. ആക്ച്വലി ഞാൻ കുടിക്കില്ലെന്ന് നിനക്ക് വാക്ക് തന്നിരുന്നു. പക്ഷെ എവിടെ എനിക്ക് ജോലി കിട്ടുന്നില്ല. ഇങ്ങനെ തന്നെ പോയാൽ ഞാൻ കുറച്ചു ദിവസത്തിനുള്ളിൽ ചത്തുപോകുന്ന പോലെ. ഞാൻ
ഡിപ്രഷനിലുള്ളപ്പോ എനിക്ക് സൂയിസൈഡ് തോട്ട്സ് വരുന്നു. അത് മറക്കാൻ വേണ്ടിട്ടാണ് ഞാനിങ്ങനെ കുടിക്കുന്നത്. ഒന്നും വിചാരിക്കല്ലേ. എല്ലാ മാസവും ₹1,00,000 വന്നോണ്ടിരുന്ന അക്കൗണ്ടില് അടുത്ത മാസം തൊട്ട് 10 പൈസ പോലും വരില്ലെന്ന് ആലോചിക്കുമ്പോ എന്റെ നെഞ്ച് പിടയ്ക്കുന്നു സുന്ദരി. എത്ര കമ്പനിയിൽ കയറി ഇറങ്ങിയിട്ടും ഒരു സ്ഥലത്ത് പോലും ജോലി കിട്ടുന്നില്ലല്ലോ. നിങ്ങൾക്ക് ജാതകത്തിൽ ഇത്ര വിശ്വാസമാണെങ്കിൽ അങ്ങനെ തന്നെ നോക്കാം. ഇത് ശരിയായില്ലെങ്കിൽ വേറൊരു ബന്ധം നോക്കാം. എന്തു പറയുന്നു? ആ ശരി ശരി, കാപ്പി തണുക്കുന്നു, എടുത്ത് കുടിക്ക്. അവർ രണ്ടുപേരെ ജാതകം ചേരണം. ഇക്കാലത്ത് ജാതക ചേർച്ചയൊക്കെ ആരാ നോക്കുന്നത്? ചേർന്നാകണം, തീർച്ചയായും ചേർന്നാകണം. താൻ എന്താ വിചാരിച്ച? എന്റെ മകന് 1 മാസം 2 lakhs ആണ് ശമ്പളം. ജാതകം ചേരാതെ കല്യാണം കഴിപ്പിച്ചു വെച്ചാലേ 2 മാസം കൊണ്ട് അവർ വേറെ നോക്കോ. എങ്കിൽ ജാതകം ചേരുമോ നോക്ക്, അല്ലെങ്കിൽ വിട്ടുകളാ. ശരി, അത് വിടൂ. നിങ്ങൾക്ക് ജാതകത്തിൽ ഇത്ര വിശ്വാസമാണെങ്കിൽ അങ്ങനെ തന്നെ നോക്കാം. ഇത് ശരിയായില്ലെങ്കിൽ വേറൊരു ബന്ധം നോക്കാം. എന്തു പറയുന്നു? ഒന്നുകൊണ്ട് പേടിക്കണ്ട, എല്ലാം ശരിയാവും. നിന്റെ സൗന്ദര്യത്തിൽ മയങ്ങി അറിയാതെ ഞാൻ കല്യാണം കഴിച്ചു പോയി. ഏതോ ജാതകം കൊണ്ടെന്ന് പറയുന്നല്ലോ. അതൊന്നും നോക്കാതെയാണ് ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. ഞാൻ അനാഥനായിരുന്നപ്പോ പോലും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നിട്ടില്ല. കല്യാണം കഴിച്ച 1 മാസത്തിനുള്ളിൽ ശരിക്കും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും തോന്നുന്നു. തെറ്റ് എന്റേതാണ്. പിന്നെങ്ങനെയാ കണ്ട ഉടനെ കല്യാണം കഴിക്കണം തോന്നിയതല്ലേ? ഇതിനേക്കാളും ദാരിദ്ര്യം ഇനി എന്റെ ലൈഫിലേക്ക് എങ്ങനെ വരാണ്? സത്യത്തിൽ ജാതകം വളരെ പവർഫുൾ ആണെന്നാണ് പറയുന്നത്. നിന്നെ കല്യാണം കഴിച്ചതിന് ഞാൻ ചത്തുപോകുമെന്ന് പോലും എനിക്കിപ്പോ സംശയമുണ്ട്. എനിക്ക് അമ്മയും അച്ഛനും ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ അവര് നോക്കി നടത്തിയേനെ. നിനക്കുണ്ടെങ്കിലും ഇല്ലാത്ത പോലെയാ. ഇതൊന്നും ആലോചിച്ചിട്ടില്ല.